വർഷം 2020 ചരിത്രത്തിൽ ആദ്യമായി പ്രായം കുറഞ്ഞൊരു വനിതാ മേയർ തിരുവനന്തപുരത്തിന്റെ അമരത്തെത്തിയപ്പോൾ കേരളം ആവേശത്തിലാവുകയായിരുന്നു. അതേസമയം തന്നെ പുരോഗമന രാഷ്ട്രീയവാദവും അടിമുടി സെക്യുലറുമായ ഒരു 28-കാരൻ ഈ ചരിത്രം ട്വീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചുവന്ന യൂണിഫോമും തൊപ്പിയും കൊടിയും അടക്കം പിടിച്ചു നിൽക്കുന്ന ആര്യയുടെ ചിത്രമാണ് അദ്ദേഹം അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർന്നില്ല, ബാബറി മസ്ജിദിന്റെ പറ്റിയും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ചർച്ചയാവുകയായിരുന്നു. അമേരിക്കൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ വംശജനായ അമേരിക്കനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പേര് സൊഹ്റാൻ ക്വാമ മംദാനി. ന്യൂയോർക്ക് മേയർ ആവാൻ മത്സരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിൽ വിജയിച്ചാൽ ലോക മുതലാളിത്തത്തിന്റെ തലപ്പത്ത് മേയറായി ഇരിക്കാൻ പോകുന്നത് കേരളത്തെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും സ്നേഹിക്കുന്ന, ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരാളായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഡെമോക്രാറ്റിക് പ്രൈമറിക്ക് വോട്ട് ചെയ്ത പല മലയാളികളും അദ്ദേഹത്തിന്റെ നിലപാടുകളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രനെ ഉൾപ്പെടെ ശ്രദ്ധിച്ചിട്ടുള്ള ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരാൾ വലിയൊരു സ്ഥാനത്തേക്ക് വരുമ്പോഴും അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വിദ്വേഷ ക്യാമ്പയിനുകളും പൊടിപൊടിക്കുകയാണ്. 33 വയസ്സുള്ള ശിശു, പാലസ്തീൻ പിന്തുണ, പുരോഗമന രാഷ്ട്രീയം, മുസ്ലിം, ഇന്ത്യൻ എമിഗ്രന്റ് എന്നിങ്ങനെയാണ് ചില പ്രചാരണങ്ങൾ. ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി നോമിനേഷൻ നേടിയതുപോലെ തന്നെ മേയർ ഇലക്ഷനിൽ ജയിക്കുമെന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ പ്രതീക്ഷ. മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിയാണ് മംദാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥി ആയത്. 95% വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ സൊഹ്റാൻ മംദാനി 43% വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. വിജയിച്ചാൽ US-ൽ ഇന്ത്യൻ വംശജനായ ആദ്യത്തെ മുസ്ലിം മേയറായിരിക്കും മംദാനി. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ധാരണയുണ്ടാക്കുന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഇറങ്ങി ബോംബിടൽ തുടങ്ങി. ഇത്രമാത്രം കനത്ത ബോംബിംഗ് താൻ ഇതുവരെ കണ്ടിട്ടുമില്ല. തനിക്ക് ഇസ്രായേലിനെ അടക്കി നിർത്തേണ്ടി വന്നു. വളരെ കാലമായി പോരടിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്നാണ് സമാധാന പ്രിയനെന്ന് നടക്കുന്ന ട്രംപിന്റെ ഭാഗം. മറ്റാരും പറഞ്ഞില്ലെങ്കിലും ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് പിന്നിൽ താനാണ് എന്ന് കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ വിമർശനങ്ങൾ നേരിടുന്ന ഡൊണാൾഡ് ട്രംപ് സ്വയമേ പറഞ്ഞു വെക്കുകയാണ്. 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിച്ചത് താനാണ് എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന് പിന്തുണയേകി അമേരിക്ക ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ബോംബ് ആക്രമണത്തിന് തിരിച്ചടിയായി 23-ന് രാത്രി ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇരു രാജ്യവും വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് അതിനാടകീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു.